മറ്റേ വാതിലടച്ചിന് കുറ്റിയുട്ടിന് നമ്പർ പാറ്റേൺ ലോക്ക് ഉണ്ട് ഫോണിൽ നെറ്റ് ഹിസ്റ്ററി ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഓഹോ, കാഴ്ചയില്ലാത്ത അള്ളാനാണോ നിന്റെ വിശ്വാസം? അതെന്തൊരു കുഫറാണോ? കാണുന്നുണ്ടെന്നാണെങ്കിൽ ഇക്കാലം, കാണുന്നില്ലാതാണെങ്കിൽ കുഫർ. പിന്നെ എങ്ങനെയാണ് തെറ്റ് ചെയ്യുക? നീ എന്തിനാ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മിനിമൈസ് ചെയ്തിട്ട് നമ്പർ ലോക്ക് ചെയ്തിട്ട് ഓഫ് ആക്കിയത്? ആ ചോട്ട വരുന്നുണ്ട്, അതാരാ? എന്റെ ജ്യേഷ്ഠന്റെ കുട്ടിയാണ്. അത് ചെറുതല്ലേ, 5 വയസ്സായിട്ടും. അത് തേന സാധന സ്ഥലം എന്ന് പറഞ്ഞാൽ അതിനെല്ലാം തിരിച്ചാടെ പോയി കിച്ചനെ പറ്റി പാടുന്നു. അത് ശരി, അല്ലാതോ 5 വയസ്സിന്റെ കുട്ടീന്റെ അത്ര പോലും ചില ആൾ അള്ളാഹെ വിശ്വസിക്കുന്ന അള്ളാഹ് ആരാന്നറിയാം? രാത്രി കാഴ്ചയില്ലാത്ത അള്ളാഹു, അതിലടച്ചാൽ അന്ധനായ അള്ളാഹു, ഇരുട്ടിൽ കാഴ്ചയില്ലാത്ത റബ്ബേ. എങ്ങനെയാണോ നീ ഈമാനോടെ മരിക്കാം? നീ ഏതല്ലാതെ വിശ്വസിക്കുന്നത്? നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന്, നമ്മൾ തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹ് നമ്മളെ ഈമാനോടെ മരിച്ചു കിട്ടാനുള്ള 10-20 കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറയണത്, ഡെയിലി 10 പേരോടോ 20 പേരോടോ സലാം പറയുന്ന ശീലം ഉണ്ടെങ്കിൽ അയാൾ ഈമാനോടെ മരിക്കുന്നതാണ്. അത്രയും പ്രാധാന്യം 10 പേരോടൊക്കെ സലാം പറയാൻ വലിയ പ്രയാസമുണ്ട്. പ്രയാസമുണ്ട്. നമ്മൾ എത്രായിരം ആൾക്കാരെ ഡെയിലി കാണുന്നുണ്ട്. സലാം പറയലിന്റെ മഹത്വം മനസ്സിലാക്കിയവർ ഒരിക്കൽ പോലും ആ ചാൻസ് മിസ്സാക്കൂല. 2 മുഅ്മിനുകൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് സലാം പറയാതെ പോവുകയാണെങ്കിൽ മലക്കൾ അത്ഭുതത്തോടെ ചോദിക്കും, എത്രേ ഇത്രയും വലിയ പ്രതിഫലമുള്ള ഒരു നന്മക്ക് ചാൻസ് കിട്ടിയിട്ട് ഇവരെന്താ മിണ്ടാതെ പോണത്? മലക്കൾ പരസ്പരം ചോദിക്കുമെന്ന് മൂജിബു ദാരിസ് സലാം എന്ന കിതാബിൽ കാണാം. സലാം പറയുന്ന ആൾക്കാർ കൂടുതൽ കൂലി ഉണ്ടാവുക. സത്യത്തിൽ പൊതുനിയമം അനുസരിച്ച് ഫർളിനാണ് സുന്നത്തിന് കൂടുതൽ കൂലി ഉണ്ടാവേണ്ടത്. ഇവിടെ സലാം മടക്കൽ ഫർളാണെങ്കിലും അതിന് കാരണക്കാരനായ സലാം പറച്ചിൽ ആ സുന്നത്തിനാണ് കൂടുതൽ കൂലി. അത് അവിടെ ഉള്ളൊരു നിയമം, പൊതുനിയമത്തിൽ നിന്ന് എക്സെപ്ഷനായ ഒരു നിയമമാണ്. സലാം പറയുന്ന ആൾക്ക് 90 കൂലിയും മടക്കുന്ന ആൾക്ക് 10 കൂലിയാണ്. എത്ര വലിയ ഓഫറാണ്! സലാം പറയുന്നതിന്റെ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ കാണാം, അവർ ഒരാളെ കാണാൻ വേണ്ടി മാത്രം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. എന്തിന്? ഈ ഒരാളെ കണ്ട ഒരു സലാം പറയാൻ ചാൻസ് കിട്ടുമല്ലോ. അതിൽപ്പെട്ട മഹാനാണ് സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ടൗണിലേക്ക് പോകും. എന്തിന്? സാധനങ്ങൾ വാങ്ങാനും പർച്ചേസ് ചെയ്യാനൊന്നുമല്ല, ഒരാളെ പുതുതായി കാണാൻ. ടൗണിലെത്തിയ കുറെ ആളെ കാണാലോ, കുറെ പേരോട് സലാം പറയാലോ. ആ നന്മ കിട്ടാൻ, ആ ഓഫർ കിട്ടാൻ, ഒരു സാധനം പർച്ചേസ് ചെയ്യാനില്ലെങ്കിലും അങ്ങാടിയിൽ ആ ഒരു കൂലി കിട്ടാൻ വേണ്ടി, നന്മ ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു എന്ന് കിതാബുകളിൽ, ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ എത്ര ഇതിന്റെ മഹത്വം! നമുക്ക് എത്രയാ സാധ്യതകൾ ചുറ്റുവട്ടത്ത്. ഒരു ദിവസം തന്നെ ശരിക്കും കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 100-200 സലാം നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നടക്കും. ഉദാഹരണത്തിന് ഞാനിപ്പോ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ ആണുങ്ങൾ 100, സ്ത്രീകൾ 200. ഇന്നത്തെ 300 ആയില്ലേ? എത്ര ഒരു ഓഫറാണത്! ചില്ലറ കാര്യമാണോ അത്? നമുക്ക് എത്രായിരം ആൾക്കാരെ കണ്ടുമുട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മുഅ്മിനെ കണ്ടുമുട്ടി സലാം പറയാനുള്ള സാധ്യത, ചാൻസ് കിട്ടി, എന്നിട്ട് മിസ്സാക്കുക എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് ഉണ്ടാവരുത്.